കാലിനൊരു മുറിവിടുന്നത് വിചാരിക്കുക. എന്നിട്ട് നിങ്ങളിങ്ങനെ ബാൻഡേജ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെയാണ് നടക്കുന്നത്. ഇങ്ങനെ വേച്ച് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പിറകിലൊരു നായ ഓടി. നിങ്ങൾ എന്ത് ചെയ്യും? തിരിഞ്ഞു നോക്കിയിട്ട് നായനോട് പറയും, മോനെ ബാൻഡേജ് കെട്ടി വരികയാണ്, ഒരു നിർവാഹമില്ല, പെയിന് താഴേന്ന് മേലെ വരെ ഇങ്ങനെ കടഞ്ഞു കയറിയാണ്, ദയവ് ഇത് എന്നെ വിട്ടിട്ട് വേറെ പിറകിൽ ഓടണം. നിങ്ങൾ എന്താ പറയാ? ഉള്ള ആരോഗ്യം വെച്ച് ഓടുന്നു മാത്രമല്ല, ആ ഓട്ടത്തിൽ ഈ വേദനയൊക്കെ മറന്ന് നിങ്ങൾ മരത്തിന് പാഞ്ഞു കയറും. എസ്വറോ മുകളിലെത്തിയിട്ട് നായ മുകളിലൊക്കെ നോക്കി കുറച്ച് കിട്ടൂലെന്ന് കണ്ടാൽ നായ പോവും. അപ്പൊ നമ്മൾ രക്ഷപ്പെട്ട് കേറിയപ്പോ ഒരു തോല് പോയിട്ട് ഒരു സാധനം ഒരു അപകടം പറ്റിയിട്ടുണ്ടാവില്ല. ഇറങ്ങല് കാലിന്റെ പല സ്ഥലത്ത് ചെത്തിക്കോരും. എസ്വറോ ഇറങ്ങുമ്പോ നിങ്ങൾ അപകടത്തില്ല, മുകളിൽ പോയി കയറിയപ്പോ പ്രശ്നമില്ല, ഓടിയപ്പോ പ്രശ്നമില്ല, കാല് സുഖമില്ല, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ കാരണം? യു ട്രാവൽ ബിയോണ്ട് യുവർ ബോഡി. വെൻ എ ക്രൈസിസ് കെയിം, ഒരു പ്രോബ്ലം വന്നപ്പോ നിങ്ങൾ ബോഡിക്ക് അപ്പുറത്തേക്ക് ഓടി. എസ്വറോ പ്രോബ്ലം തീർന്നപ്പോ ബോഡിയിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ പിന്നെ പറ്റൂല, ഇത്രയും ഹൈറ്റ് നിന്ന് ഞാനെങ്ങനെ താഴുക, ഇത്രയും ഹൈറ്റ് നിന്ന് ഇങ്ങനെ വീഴുക, അപ്പൊ ആ വീഴ്ചയിൽ എന്തായാലും അപകടം സംഭവിക്കും. ജീവിതത്തിൽ ചില നെസസിറ്റികൾ വരുമ്പോ നമ്മൾ അങ്ങനെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ചില അനിവാര്യ സാഹചര്യങ്ങൾ വരുമ്പോ നമ്മൾ അങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ആ അനിവാര്യ സാഹചര്യം വന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ആവും ചെയ്യും. വിശ്വരണം. അപ്പൊ എന്താ വഴി? എപ്പോഴും പിറകില് ഓഷോ പറഞ്ഞ പോലെ എപ്പോഴും പിറകിൽ ഒരു നായനെ ഓടിപ്പിക്കുക. ലൈഫിൽ എപ്പോഴും ഒരു നായ രാവിലെ നമ്മളെ പിറകിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുള്ള ആരോഗ്യം വെച്ചിട്ട് ഓടും.